നിങ്ങൾക്ക് ESIയുടെ ഇൻഷുറൻസ് ഉണ്ടോ? എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ നമ്പറും അതേപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ESIയിൽ ചേർത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ആധാർ നമ്പർ ഇപ്പോൾ നിങ്ങൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ആധാർ നമ്പർ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ആധാറിൻ്റെ ഫോട്ടോ കോപ്പിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ജസ്റ്റ് നിങ്ങളുടെ ആധാർ നമ്പർ അതേപോലെ നിങ്ങളുടെ ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ ആരൊക്കെയാണ് നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ആധാർ നമ്പറും അതേപോലെ തന്നെ ആധാർ ലിങ്ക് ചെയ്ത നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, ഇത് മാത്രം നമ്മൾ കയ്യിൽ വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരിപാടി നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോ കാണാം. നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ESIC എംപ്ലോയി ലോഗിൻ എന്നടിക്കുക. എംപ്ലോയി ലോഗിൻ എന്നടിക്കുമ്പോൾ ആദ്യം വരുന്ന വെബ്സൈറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ESIയുടെ വെബ്സൈറ്റ് വരിക. ഇവിടെ നമുക്ക് ഭാഷ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറിലും ഇതേപോലെ എംപ്ലോയി ലോഗിൻ ESI എംപ്ലോയി ലോഗിൻ എന്നെടുത്ത് ആദ്യത്തെ സൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. esic.in എന്നാണ്. ഇതിൽ നമുക്ക് വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മുടെ മൊബൈലിലും എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഈ ഡെസ്ക്ടോപ്പ് സൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സെയിം പ്രോസസ്സ് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടറിലെ സ്ക്രീനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സൈനപ്പ് ചെയ്യുക. ആദ്യം നമുക്ക് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാത്ത ആളുകൾ ആദ്യം സൈനപ്പ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇൻഷുർഡ് നമ്പർ, അതായത് നമ്മുടെ ESI നമ്പർ ഉണ്ടല്ലോ, നമ്മൾ അതാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, താഴെ കാണുന്ന ക്യാപ്ച നമ്പർ ഉണ്ടല്ലേ 4DD, ഇത്രയും കൊടുത്ത് സൈനപ്പ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP മെസ്സേജ് വരും. ആ OTP മെസ്സേജ് ഇവിടെ കൊടുത്തതിന് ശേഷം വെരിഫൈ എന്ന് കൊടുക്കുക. ഇനി നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 8 അക്കമാണ് കൊടുക്കേണ്ടത്. നമ്മുടെ പേര്, ഏതെങ്കിലും നമ്പർ, അതുപോലെ #, അങ്ങനെ ഏതെങ്കിലും ചിഹ്നം, ഇത്രയും കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ പാസ്വേഡ് സേവ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. വേണ്ട, നമുക്ക് നെവർ എന്ന് കൊടുക്കാം. ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം നെവർ കൊടുക്കാം കേട്ടോ. ഇനി ക്ലിക്ക് ഹിയർ ലോഗിൻ വേണ്ടി നമുക്ക് ഒന്നും കൂടി ലോഗിൻ ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കി. ഇവിടെ ഭാഷ ഹിന്ദിയിലാണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റുക. ഇനി നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ESI നമ്പറാണ് കേട്ടോ. നമ്മുടെ ESI നമ്പർ അല്ലേ 47 എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുക്കുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ പറയുന്നുണ്ടല്ലേ, നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളുടെയും നമ്മുടെ ആരൊക്കെയാണ് അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, അങ്ങനെ എല്ലാ ആളുകളും എത്ര പേരുണ്ട് അവരുടെ മുഴുവനും അതിൽ ആധാർ അതിൽ സീഡ് ചെയ്യണം, അത് കയറ്റണം എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് SMS, നമ്മുടെ മൊബൈലിലേക്കൊക്കെ വരുന്ന SMS ഏത് ഭാഷയിൽ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി കൊടുക്കാം, മലയാളം കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് കൊടുക്കാം. ഞാനിവിടെ ഇംഗ്ലീഷാണ് കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ഒരു കൺഫേം മെസ്സേജ് ആണ് കാണിക്കുന്നത്. നമുക്ക് കൺഫേം ഒന്ന് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസ് മുകളിൽ കാണാം കേട്ടോ. നമ്മുടെ പേര്, നമ്പർ, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കാണും, ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും. ഇവിടെ താഴത്തെ നീല സ്ക്രീനിൽ കണ്ടില്ലേ ഇൻഷുർഡ് പേഴ്സൺ, അതായത് ജോലി ചെയ്യുന്ന ആളിനെയാണ് ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ഡീറ്റെയിൽസ്, അങ്ങനെ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് എല്ലാം കാണും. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആധാർ സീഡിങ് ഫോർ ഇൻഷുർഡ് പേഴ്സൺ ആൻഡ് ഫാമിലി മെമ്പേഴ്സ് എന്ന് കാണാം. ഇനി നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാർഡിൽ എത്ര പേരെ നമ്മൾ ഇൻഷുറൻസിൽ കിട്ടും എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലിക്ക് ഹിയർ ടു സീഡ് ആധാർ കണ്ടില്ലേ, വലതുവശത്ത് കണ്ടില്ലേ നീഡ് ടു സീഡ്, അതായത് ആരുടെയും ആധാർ ഇതിൽ എൻ്റർ ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഓരോരുത്തരുടെയും, അപ്പം നമ്മൾ സ്വന്തം നമ്മുടെ ചെയ്യണം. നമ്മുടെ ഭാര്യ, കല്യാണം കഴിഞ്ഞ ആളുകളാണെങ്കിൽ അതായത് ഇതിൽ ആരൊക്കെ മെമ്പേഴ്സ് ഉണ്ട് അവരുടെ എല്ലാം ഓരോന്നും സെലക്ട് ചെയ്തിട്ട് ആധാർ നമ്പർ മാത്രമായിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ അവരുടെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഫോട്ടോ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ആധാറിൻ്റെ ഫോട്ടോ ഒന്നും കൊടുക്കണ്ട. നമുക്ക് ഇവിടെ എൻ്റർ വെർച്വൽ ID നേടില്ല. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർ എന്നാണ് വരിക. അപ്പോൾ നിങ്ങൾ തെറ്റാതെ എൻ്റർ ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയായിട്ട് തന്നെ അല്ല എൻ്റർ ചെയ്ത് നോക്കണം കേട്ടോ, തെറ്റായിട്ട് കൊടുക്കരുത്. അത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ ഇടതുവശത്ത് താഴെ കണ്ടില്ലേ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള കോളം, വ്യൂ ടേംസ് അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്കാണ് കേട്ടോ OTP വരിക. അപ്പോൾ നമ്മുടെ മൊബൈലും ആധാറും തീർച്ചയായിട്ടും ലിങ്ക് ചെയ്തിരിക്കണം. അത് ലിങ്ക് ചെയ്തതിന് ശേഷം അത് വാലിഡേറ്റ് എന്ന താഴെ കണ്ടില്ലേ OTP കൊടുക്കുക. എന്നിട്ട് അത് വാലിഡേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മൊബൈലിലേക്ക് വന്ന OTP കൊടുത്ത് വാലിഡേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ്, അതായത് ആധാറിലെ പേരും നമ്മൾ ESIയിൽ കൊടുത്ത പേരൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആദ്യം അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ശരി തന്നെയാണോ ഓക്കെ